ദൈവത്തിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ഇടപെടുന്ന വചനത്തിന്റെ ദൂത് ഹൃദയത്തിന് അസാധാരണമായ വിടുതലിന് കാരണമാകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി തൊടുന്ന ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും ധാരാളമായി അനുഭവിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം 13 വാക്യം: ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് അത് തടുക്കും? പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന വചനത്തിന്റെ ദൂത്. ഞാൻ പ്രവർത്തിക്കും, ആര് അത് തടുക്കും? ദൈവം പ്രവർത്തിക്കും എന്ന് കർത്താവിന്റെ തിരുഹൃദയത്തിനകത്തെ നിർണയവ. ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുക, ദൈവത്തിന്റെ തീരുമാനവ. എന്ന ദൈവം പ്രവർത്തിക്കുമെന്നത് കർത്താവിന്റെ തിരുഹൃദയത്തിനകത്ത് മാത്രം ഒതുങ്ങുന്ന ആ തലം മാത്രമല്ല, ദൈവം തന്റെ ഭക്തരെ അതറിയിക്കും. ഞാൻ പ്രവർത്തിക്കും. അതല്ലേ ദൈവത്തിന്റെ വാഗ്ദാനം, അതല്ലേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോട് കുറിച്ചുള്ള കർത്താവിന്റെ ദൂതും ദൈവത്തിന്റെ ആലോചനയും. ഞാൻ പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഈ ദൂത് ഹൃദയതലങ്ങളിൽ ആഴമായി പകർന്നു തരുക. ഈ അനുഭവങ്ങൾ, ഈ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. തലമുറയുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. ഒരേ ഒരു ശബ്ദം, ഒരേ ഒരു ദൂത്. ഇന്ന് വിശ്വാസം വർദ്ധിക്കുന്ന, പ്രത്യാശ വർദ്ധിക്കുന്ന നിലയിൽ പരിശുദ്ധാത്മാ ഹൃദയത്തെ ആഴമായി തൊടുക. ഈ ദൂത് ഹൃദയതലങ്ങളിൽ അസാധാരണമായ ഒരു വിടുതല് ദൈവം പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നുണ്ട്. ദൈവം പ്രവർത്തിക്കും. അനവധി വ്യക്തികൾ ചോദിക്കുന്ന, അനവധി വ്യക്തികൾ വിഷയങ്ങളെ ആരായുന്ന ഒരു സമയം സാഹചര്യവ എന്ന് അവരോട് പറയേണ്ട ശബ്ദവിധ: ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ വയതിൽ ഒട്ടും സംശയമില്ലാതെ, ഒട്ടും വിചാരമില്ലാതെ, ഒട്ടും ആകുലതകളില്ലാതെ ഈ വാക്ക് പറയാൻ കഴിയുമോ? ദൈവം പ്രവർത്തിക്കും. പല ചോദ്യങ്ങൾ ശക്തിയോടെ ഉയർന്നു പൊങ്ങുന്നൊരു കാലഘട്ടമാ. അതെന്തായി തീരും? അതെങ്ങനെയായി തീരും? അതെപ്രകാരം? ഇങ്ങനെ ഇപ്രകാരമുള്ള ചോദ്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ദൂത് പറ, ദൈവത്തിന്റെ ശബ്ദം വിളിച്ചു പറ: എന്റെ ദൈവം പ്രവർത്തിക്കും. എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കും. വചനം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് അത് തടുക്കും? ദൈവം വെല്ലുവിളിച്ച് പറയുന്നൊരു വാക്കുപോലെ, ദൈവത്തിന്റെ വെല്ലുവിളി പോലെ ഒരു ശബ്ദമല്ലേ അത്? ആര് അത് തടുക്കും? ഒരു വ്യക്തിയോ ഒരു ശത്രുവിനെയോ ആരുടെ പേര് പോലും പറയാൻ കഴിയത്തില്ല. സ്വർഗമാ ഇടപെട്ടത്. ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്. ആര് അത് തടുക്കും? ലോകം മുഴുവൻ എഴുന്നേറ്റാലും, ശത്രു മുഴുവൻ എഴുന്നേറ്റാലും, മുഴുവൻ സാഹചര്യങ്ങൾ പ്രതികൂലമായി എഴുന്നേറ്റാലും അതിനെ തടുക്കുവാൻ പറ്റത്തില്ല. അതിനെ തടുക്കുവാൻ കഴിയത്തില്ല. അതിനെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ദൂത് ആഴമായി വെളിപ്പെടുത്തുക. ആ പ്രവൃത്തിയെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ വൈതലേ, ഇന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണോ? ഇന്ന് വാതിൽ അടഞ്ഞിരിക്കുന്ന മണ്ഡലമാണോ? ഭയപ്പെടേണ്ട. ദൈവം പ്രവർത്തിക്കും. ദൈവിക വാഗ്ദത്തങ്ങളെ തടുത്തുകളയുവാൻ, ദൈവപ്രവൃത്തിയെ ബന്ധിച്ചു കളയുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവം വിളിച്ചു പറഞ്ഞത്, ഞാൻ പ്രവർത്തിക്കും, ആരത്
തടുക്കും. ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, ദേശത്തിലേക്ക് മാറുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം അവരുടെ ഹൃദയത്തിൽ പകരുമ്പോൾ, അവരുടെ കാതുകളിൽ കർത്താവ് ഇത് കേൾപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയാ. ആരത് തടുക്കാനാ? ഫറവോൻ എഴുന്നേറ്റാലും, ഫറവോന്റെ സൈന്യങ്ങൾ എഴുന്നേറ്റാലും അതിനകത്ത് കാര്യമില്ല. ദൈവം, കർത്താവ് നിർണയിച്ചതും നിശ്ചയിച്ചതുമായ വാഗ്ദത്തം ചലിച്ചിരിക്കും. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് ഹൃദയതലങ്ങളിൽ ആഴമായി പരിശുദ്ധാത്മാ പകരുക. ആരത് തടുക്കും? ആർക്കും മാറ്റാൻ പറ്റാത്ത ഒരു ദൈവപ്രവൃത്തി, ആർക്കും തടയാൻ പറ്റാത്ത ദൈവപ്രവൃത്തി, ആർക്കും മാറ്റിക്കളയാൻ പറ്റാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവം പ്രവർത്തിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഈ ശബ്ദം മുഴങ്ങട്ടെ, അതിരത്തിൽ നിന്ന് പുറപ്പെടട്ടെ. വിശ്വാസത്തോടെ വിളിച്ചു പറ, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. അത് കൂടാരത്തിൽ ശക്തിയോടെ കർത്താവിനെ വെളിപ്പെടുത്താൻ പോവാ. ദൈവപ്രവർത്തിയുടെ സമയമാ, ദൈവപ്രവർത്തിയുടെ സമയമാ. ദൈവം വെല്ലുവിളിച്ചു, ആരത് തടുക്കും? അതുപോലെയാ ദൈവമക്കളുടെ മേലുള്ള, ദൈവഭക്തരുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ തടയാൻ കഴിയത്തില്ല. അത് തന്നെ നടക്കും, അത് തന്നെ സംഭവിക്കും. വചനമാഴമായി വിശ്വസിക്കട്ടെ. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ കർത്താവ് ഇടപെട്ട ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നടക്കട്ടെ. കർത്താവെ, വെല്ലുവിളിയുടെ മധ്യേ, വിമർശനങ്ങളുടെ മധ്യേ ജനമായിരിക്കുമ്പോൾ, അടഞ്ഞ മണ്ഡലത്തിന്റെ തലങ്ങളിലായിരിക്കുമ്പോൾ ദൈവപ്രവർത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, വിടുവിക്കുന്നതിനായി സ്തോത്രം, സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.